പോലീസ് സംഘടനകളുടെ പുനഃസംഘടനയിൽ ഹൈക്കോടതിയെ സമീപിച്ച് കേരള പോലീസ് അസോസിയേഷൻ. പുനഃസംഘടന സംബന്ധിച്ച് ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവ് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഹർജി. കേരള പോലീസ് അസോസിയേഷൻ നൽകിയ ഹർജി നാളെ പരിഗണിച്ചേക്കും. തിയോഫിനുണ്ട് വിവരങ്ങളുമായി. തിയോഫിൻ, ഈ ഒരു പോലീസ് സംഘടനകളുടെ പുനഃസംഘടനയിൽ രാഷ്ട്രീയം കാണുന്ന ഒരു നിലപാടാണ് വി.ഡി. സതീശൻ സർക്കാരും ആഭ്യന്തര വകുപ്പും സ്വീകരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇവർക്ക് കോടതിയെ സമീപിക്കേണ്ടി വന്നിരിക്കുന്നത്. വിവരങ്ങൾ എന്തെല്ലാമാണ്? ഇതൊരു വളരെ സജീവമായി തന്നെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഈ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ. 3 സംഘടനകളാണ് നിലവിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥരുടേതായി ഉള്ളത്. ഒന്ന് കേരള പോലീസ് അസോസിയേഷൻ KPA, മറ്റൊന്ന് കേരള പോലീസ് സീനിയർ ഓഫീസേഴ്സ് അസോസിയേഷനും KPOA എന്നറിയപ്പെടുന്ന കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനുമാണ് ഉള്ളത്. ഇതിലിപ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ പുതിയ ഉത്തരവ് പ്രകാരമാണെങ്കിൽ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ എന്ന KPOA എന്ന് ചുരുക്കപ്പേര് അറിയപ്പെടുന്ന സംഘടന ഇല്ലാതാവും. ഇതിലെ ഭാരവാഹികളെയും അംഗങ്ങളെയും ഇതുമായി ബന്ധപ്പെട്ട ഈ സംഘടനയുടെ അക്കൗണ്ടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മറ്റ് 2 സംഘടനകൾക്കായി വീതിച്ചു നൽകാനാണ് ഉത്തരവ്. ഈ ഉത്തരവ് നടപ്പായാൽ ഒരു സംഘടന ഇതിൽ ഇല്ലാതാവുകയും ചെയ്യും. അത് സ്വാഭാവികമായി തന്നെ മറ്റ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റ് അസോസിയേഷനുകളെയും ബാധിക്കും. ഇതിലാണ് ഇപ്പോൾ കേരള പോലീസ് അസോസിയേഷൻ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. കേരള പോലീസ് അസോസിയേഷൻ നൽകിയിട്ടുള്ള ഹർജി പ്രകാരം ഈ ഉത്തരവ് ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവ് റദ്ദാക്കണം എന്നും അതോടൊപ്പം തന്നെ ഈ സംഘടനകളുടെ ഈ പുനഃസംഘടന നടത്താനുള്ള തീരുമാനം അതും റദ്ദാക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പോലീസ് അസോസിയേഷൻ നൽകിയ ഹർജി ഹൈക്കോടതി നാളെ പരിഗണിച്ചേക്കുമെന്നാണ് ലഭ്യമായിട്ടുള്ള വിവരം. ഇതിന് പിന്നാലെ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനും ഹൈക്കോടതി സമീപിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ KPOA ആണ് ഈ ഉത്തരവ് നടപ്പാക്കിയാൽ ഇല്ലാതാകുന്ന സംഘടന. അവരും ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. 2 ദിവസത്തിനകം അവരുടെ ഹർജിയും കോടതി പരിഗണിക്കാനാണ് സാധ്യത.